വിനോദ്, ഇതിപ്പോൾ ഈ സച്ചിൻ ദേവ് എന്ന് പറയുന്നത് നമ്മൾ ഈ അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയ ഒരാൾ മാത്രമാണ്, ഒരു ഇര മാത്രമാണ്. അങ്ങനെ നിരവധി ആളുകൾ ഇത് പുറത്തു പറയാതെ പല തട്ടിപ്പുകളും നമുക്കറിയാം. ഇതൊക്കെ ഒരു ക്ലോസ്ഡ് റൂമിനകത്ത്, ഒരു മുറിക്കകത്ത്, അല്ലെങ്കിൽ ഒരു മൊബൈലുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പിൽ മാത്രം ഉപയോഗിച്ച് നടക്കുന്ന സംഗതികളാണ്. അക്കൗണ്ടിൽ നിന്ന് പണം പോകുന്നത് നമ്മൾ അറിയുക പോലുമില്ല, പലതരത്തിൽ നമ്മൾ ഇരയാക്കപ്പെടുമ്പോൾ. അത് ഈ പുറത്ത് പറയാതിരിക്കുന്ന പല ആളുകളും കാണും, ഈ വേദന കടിച്ചമർത്തി ജീവിക്കുന്ന പല ആളുകളും കാണും. ഈ നഷ്ടത്തിന്റെ വ്യാപ്തി അത് വലുതായതുകൊണ്ട് മറ്റു രീതിയിൽ ചിന്തിക്കുന്ന, ഒരുപക്ഷെ ജീവിതം പോലും അവസാനിപ്പിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളും കാണും. നമ്മൾ നേരത്തെ നമുക്കറിയാം, നിരവധി പ്രമുഖ വ്യക്തികളും ഇത്തരത്തിൽ തട്ടിപ്പിനിരയായ ഒരുപാട് വാർത്തകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഈ വെർച്വൽ അറസ്റ്റ് പോലെയുള്ള ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ആധുനിക സംവേദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവരെ പോലും പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഭീഷണിപ്പെടുത്തി അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളുമുണ്ട്. അപ്പോൾ പല തലത്തിലാണ് ഇത് നടക്കുന്നത് എന്നതുകൂടി ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. തീർച്ചയായും രഞ്ജിത്ത്, നമ്മൾ ഇപ്പോൾ എൻ്റെ കൈവശമുള്ളത് തിരുവനന്തപുരത്തെ ഒരു പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത FIR ആണ്. ഇതിൽ 2.5 കോടി രൂപയാണ് ഒരു വനിതാ ഡോക്ടർക്ക് നഷ്ടമായിരിക്കുന്നത്. ഓൺലൈൻ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട് നടന്ന തട്ടിപ്പാണ്. അവരുടെ പേരും മറ്റു വിവരങ്ങളും പറയരുത് എന്ന് നമ്മളോട് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. കേരളത്തിലെ നമ്മളൊരു സ്ഥിതി പരിശോധിച്ചാൽ 9 കോടി രൂപ വരെ ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടതാണ് ഏറ്റവും വലിയ കേസായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതായത് ഒരാൾക്ക് 9 കോടി രൂപയാണ് ഈ ഒരു ഇടപാട് വഴി, അത് ഘട്ടഘട്ടമായിട്ടുള്ള ഇടപാട്. ഇങ്ങനെ ആളുകൾ വന്ന് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും അദ്ദേഹം പണം കൈമാറുകയും ചെയ്ത് പല ഘട്ടങ്ങളിലായി നൽകിയത് 9 കോടി രൂപയാണ്. ആ തരത്തിൽ ഇപ്പോൾ എൻ്റെ കൈവശം ഇരിക്കുന്ന ഒരു FIR, തിരുവനന്തപുരം ജില്ലയിലെ ഒരു സിറ്റിയിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൻ്റെ FIR ആണ്. ഇതിൽ 2.5 കോടി രൂപയാണ് ഒരു വനിതാ ഡോക്ടർക്ക് നഷ്ടമായത്. ഇപ്പോൾ അപമാന ഭാരം കൊണ്ട് തന്നെ അത് ആരും പുറത്ത് പറയാതെ വളരെ വിഷമത്തോടുകൂടി ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഡോക്ടർ ഉള്ളത്. പക്ഷേ ഇപ്പോഴും അവർക്കൊരു കഴിയാനൊരു വീടും മറ്റ് പശ്ചാത്തലവും ഉള്ളതുകൊണ്ട് അവർ പറയുന്നത് ആത്മഹത്യയിലേക്ക് പോയില്ല എന്ന കാര്യമാണ്. ഏതായിരുന്നാലും ഇതുപോലെ അനവധി ആളുകൾ, നമ്മൾ ഈ FIR പരിശോധിക്കുമ്പോൾ തന്നെ ഇക്വിറ്റി വെൽത്ത് മെയിൻ ഫോഴ്സ് എന്നൊരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് ഇവരെ അതിലേക്ക് ആദ്യം ആകർഷിക്കുന്നത്. അവരുടെ ഫോണിലേക്ക് ഒരു വാട്സപ്പ് സന്ദേശം എത്തുകയാണ്, ഒരു ഗ്രൂപ്പിൽ നിന്നുള്ളൊരു സന്ദേശം എത്തുകയാണ്. തുടർന്ന് അവർക്കൊരു ലിങ്ക് നൽകുന്നുണ്ട്. ആ ഒരു ലിങ്ക് നൽകി ആ ലിങ്കിൽ അവർ കയറുമ്പോൾ കൂടുതൽ ആളുകൾ ആ ലിങ്കിൽ സംസാരിക്കുന്നുണ്ട്, ആശയവിനിമയം നടത്തുന്നുണ്ട്. കൂടുതൽ വാട്സപ്പ് ലിങ്കുകൾ ലഭിക്കുന്നു, വ്യക്തിപരമായ വാട്സപ്പ് മെസ്സേജുകൾ ലഭിക്കുന്നു. ഇതിൽ തന്നെ അവരെ കബളിപ്പിക്കുന്നത് നിക്ഷേപം നടത്തുകയും ലാഭം കിട്ടുകയും ചെയ്യുന്നതായി മറ്റുള്ള ആളുകൾ ഈ ഗ്രൂപ്പിനുള്ളിൽ സംസാരിക്കുന്നുണ്ട്. ഈ ലിങ്ക് വഴി കിട്ടുന്ന ഗ്രൂപ്പുകൾക്കുള്ളിൽ കയറുമ്പോൾ നിരവധി ആളുകൾ അവർക്ക് നിക്ഷേപം നടത്തുകയും തുടർന്ന് വലിയ ലാഭം കിട്ടുകയും അക്കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഗ്രാഫിക് കാർഡുകൾ ഉൾപ്പെടെ, അതായത് ഈ ഓഹരി വിപണിയും മറ്റുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ, അതിൻ്റെ കയറ്റിറക്കങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവരെ ബോധ്യപ്പെടുത്തുകയാണ്. മാത്രമല്ല ഇതിൽ മോട്ടിവേറ്റർമാരുണ്ട്, ധനകാര്യ വിദഗ്ധന്മാരുണ്ട്, ബാങ്കിങ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ഇതെല്ലാം സത്യത്തിൽ ഇവർ സൃഷ്ടിക്കുന്ന ഒരു നാടകമാണ്, സെറ്റാണ്. അങ്ങനെയുള്ള ആരുമല്ല, ഈ തട്ടിപ്പിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെ ഇങ്ങനെ ഓരോ മേഖലയിലുള്ള ആളുകളായി അവതരിക്കുന്നു. എന്നിട്ട് ഇതിൽ നിക്ഷേപിക്കുന്ന ആളിന് തുക അവർക്ക് ലാഭമായി വരുന്നതായി കാണിക്കുന്നു. അതിൻ്റെ കൃത്യമായ സൂചകങ്ങൾ അവർക്ക് വാട്സപ്പ് വഴി നൽകുകയും ചെയ്യുന്നുണ്ട്. ചില സൈറ്റുകളിൽ കയറാൻ പറയുന്നുണ്ട്. ആ സൈറ്റുകൾ സ്വാഭാവികമായും സൈറ്റുകളിൽ കയറുമ്പോൾ അതിൻ്റെ ജെനുവിനിറ്റിയിൽ പെട്ടെന്ന് ആർക്കും സംശയം തോന്നാറില്ല. ഈ വാട്സപ്പ് സന്ദേശം എന്നതിനപ്പുറത്തേക്ക് വെബ്സൈറ്റുകളിലേക്ക് കയറുകയാണ്. അവിടെയും കൃത്യമായി പല കമ്പനികളുടെയും പേരുകൾ കാണിക്കുന്നു. ഇന്ത്യയിലെ തന്നെ മുന്തിയ കമ്പനികളാണ്, 1ാം നിരയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ, അതിൻ്റെ ഓഹരികൾ, ഇതെല്ലാം തന്നെ കൃത്യമായി ഇവരെ വിശ്വസിപ്പിച്ച് കൊണ്ടുപോകുന്നു. മാത്രമല്ല ഇവരുടെ അക്കൗണ്ടിലേക്ക് പണം വരുന്നതായും കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ പണം പിൻവലിക്കാൻ സമ്മതിക്കില്ല എന്നതാണ് ഇതിലെ ഈ തട്ടിപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പണം നിക്ഷേപിക്കുകയും അത് ഇരട്ടിയാകുകയും അതിൽ കൂടുതൽ പണം വരികയും അങ്ങനെ വീണ്ടും നമ്മളെ കൊണ്ട് കൂടുതൽ പണം, നമ്മുടെ കയ്യിലിരിക്കുന്ന പണം അവിടേക്ക് നിക്ഷേപം നടത്തിക്കുന്നു. എന്നാൽ അത് പല കമ്പനികളിലായിട്ടാണ് ഈ നിക്ഷേപം നടത്തിക്കുന്നത്. ഈ ലാഭമുണ്ടാകുന്ന പണം തിരികെ എടുക്കാൻ ഇവർ അനുവദിക്കുകയുമില്ല, അല്ലെങ്കിൽ അതിന് പല സാങ്കേതിക പ്രശ്നങ്ങൾ പറയും. ഏറ്റവും ഒടുവിൽ നമ്മൾ ഈ പണം പിൻവലിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ ലിങ്കുകളൊന്നും പ്രവർത്തിക്കില്ല, അല്ലെങ്കിൽ ഈ ആളുകളെല്ലാം അപ്രത്യക്ഷരാകുന്നു. ഒരു സുപ്രഭാതത്തിൽ ഈ വാട്സപ്പ് മെസ്സേജുകൾ അയച്ചിരുന്ന ആളുകളെല്ലാം അപ്പാടെ മാറിപ്പോകുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് റിപ്ലൈ കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. അപ്പോഴാണ്